പടച്ചതമ്പുരാൻ്റെ വിധി നടത്തിപ്പ്, പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം, പടച്ചതമ്പുരാൻ്റെ തീരുമാനം അതേത് രൂപത്തിലും ഭാവത്തിലുമാണെന്ന് നമുക്കറിയാനാവില്ല. ചിലതൊക്കെ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അത് കിട്ടിയെന്ന് വരില്ല. അത് ചിലപ്പോൾ വൈകിക്കും. മറ്റ് ചിലപ്പോൾ അത് പരലോകത്ത് നമുക്ക് നന്മയായി നൽകുമെന്നാണ് ഇസ്ലാം മതവിശ്വാസം പറയുന്നത്. മറ്റു വിശ്വാസങ്ങളിൽ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നാം പലപ്പോഴും നമ്മുടെ നേട്ടങ്ങൾക്കായി പ്രാർത്ഥിച്ച് നിരാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊരുത്തരമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവം. ഇത് നടന്നത് പരിശുദ്ധമായ മദീനയിലാണ്. പ്രവാചകൻ്റെ ഖബറിടം കൊണ്ട് ധന്യമായ മദീന. ആ മദീനയിൽ വർഷങ്ങളായി ഖിദ്മാത്തുകൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അഹമ്മദ് കബീർ എന്ന കബീർക്ക. കരുനാഗപ്പള്ളിക്കാരനാണ് അദ്ദേഹം ഞാൻ മദീനയിൽ ഉംറ നിർവഹിക്കാനായി പോയപ്പോൾ എന്നോട് പറഞ്ഞ സംഭവം കണ്ണ് നിറഞ്ഞാണ് ഞാൻ കേട്ടത്. ആ സംഭവം നിങ്ങളുമായി പങ്കുവെക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. വളരെ പ്രായമായ ഒരു ഉമ്മ, ആ ഉമ്മ ഹജ്ജ് ഗ്രൂപ്പിനോടൊപ്പം ഹജ്ജ് നിർവഹിക്കാനായി വന്നതാണ്. സ്വാഭാവികമായി ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിൽ മദീനയിലെത്തുന്ന മനുഷ്യർക്കെല്ലാം ഈ കബീർ എന്ന് പറയുന്ന നല്ല സുഹൃത്ത്, നല്ല വിശ്വാസി, നല്ല ഖിദ്മത്തുകാരൻ, അദ്ദേഹം പരമാവധി സേവനങ്ങൾ ചെയ്യാറുണ്ട്. അവർക്ക് മദീന പ്രദേശങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കുക, അതോടൊപ്പം അവർക്ക് വേണ്ട ഭക്ഷണമോ മറ്റുള്ള കാര്യങ്ങളോ പ്രായമായവരാണെങ്കിൽ അവർക്ക് പറ്റുന്നതുപോലെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് രോഗചികിത്സയോ അങ്ങനെയുള്ള ആവശ്യങ്ങളോ വേണ്ടി വരുന്നതെങ്കിൽ അവിടെ സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. ഈ ഹജ്ജ് ഗ്രൂപ്പിൽ വന്ന് അദ്ദേഹം ഒരു ദിവസം ഈ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീർ ഈ കബീർ സാഹിബ് എന്ന കബീർക്കയെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു ഉമ്മയ്ക്ക് തീരെ സുഖമില്ല, കബീർ സാഹിബ് അടിയന്തരമായി ഒന്ന് വരണമെന്ന് പറഞ്ഞു. അവിടെ എത്തി അദ്ദേഹം കാണുന്നത് വളരെ വൃദ്ധയായ ഒരു മാതാവ്, പക്ഷേ നല്ല ഐശ്വര്യവും മുഖപ്രസാദവും ഒക്കെയുണ്ട്. വളരെ സന്തോഷത്തോടെ കബീർക്കയുടെ അവർ പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ അസുഖം വന്നതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അദ്ദേഹം മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു, കണ്ടു, പരസ്പരം മുസാഫാത്തൊക്കെ ചെയ്തു, സന്തോഷത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം ഈ അമീർ തന്നെ കബീർക്കയെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ഒരാൾ മരണപ്പെട്ടു, കബീർ സാഹിബ് അടിയന്തരമായി ഇവിടം വരെ ഒന്ന് വരണം, കാരണം ഞങ്ങൾക്ക് മക്കത്തേക്ക് പോകാനുള്ള സമയമായി. അപ്പം ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെയും കൊണ്ട് ഞാൻ പോവുകയാണ്, ഇന്ന ആശുപത്രിയിൽ ഈ മരണപ്പെട്ട ആളുണ്ട് എന്ന് പറഞ്ഞു. കബീർക്ക സ്വാഭാവികമായി ഓടി അവിടെ എത്തി. അവിടെ ചെന്ന് ഈ മയ്യത്ത് തുണി മാറ്റി നോക്കുമ്പോൾ കാണുന്ന മുഖം ആ ഉമ്മയുടേതാണ്. അദ്ദേഹത്തിന് വളരെ വേദന തോന്നി. എന്നിട്ട് ആ മയ്യത്ത് കബറടക്കുന്നതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ആ മയ്യത്ത് നന്നായി കുളിപ്പിച്ച് പൊതിഞ്ഞ് കബറിലേക്ക് വെക്കാനായി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അറബി ഒരു കുഞ്ഞിൻ്റെ മയ്യത്തുമായി ഓടി വന്നു. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ശിശുമരണ നിരക്ക് വളരെ കൂടുതലാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ മരണപ്പെടാറുണ്ട്. ഈ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളെ വലിയവർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിനോടൊപ്പം ചേർത്താണ് അടക്കാറുള്ളത്. ഈ ഉമ്മയുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞുമായി ഓടി വരുന്ന ഒരു അറബിയായ മനുഷ്യനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഈ മയ്യത്ത് വാങ്ങി ആ ഉമ്മയുടെ നെഞ്ചിലേക്ക് വെച്ചു. കബീർക്ക പറയുന്നത്, പുറത്തു നിന്ന് നോക്കിയാൽ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ചുറങ്ങുന്ന ഒരു ഉമ്മ, അത്ര ശാന്തമായി ഉറങ്ങുന്ന ഒരു മയ്യത്താണ് ആ ഉമ്മയുടേത്. ആ ഖബറടക്കമെല്ലാം കഴിഞ്ഞ് കബീർക്ക അവരുടെ മുറിയിലെത്തി. അവരുടെ ബാഗ് ഡോക്ടറിൽ നിന്ന് പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങി. അതിൽ പരിശോധിക്കുമ്പോൾ അതിൽ കുറച്ച് കാർഡുകളും നാണയത്തുട്ടുകളും മേൽവിലാസവും ഒക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് പ്രദേശത്ത് എവിടെയോ ഉള്ളതാണ് ആ ഉമ്മ. അതിലുണ്ടായിരുന്ന നമ്പറിൽ കബീർക്ക ബന്ധപ്പെട്ടപ്പോൾ ആ ഫോൺ എടുത്ത ആൾ പറഞ്ഞത്, ഈ ഉമ്മ അവിടെ ജീവിച്ചു പോകുന്നൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിലേ മരിച്ചു. ആ ഉമ്മയ്ക്ക് 2-3 ആടുകളുണ്ടായിരുന്നു. ആ ആടുകളുടെ പാല് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഹജ്ജ് ചെയ്യാൻ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആ ഉമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു നിരാശയേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിരാശ വേറൊന്നുമല്ല, ആ ഉമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായില്ല. ആ ഉമ്മ എപ്പോഴും പറയുമായിരുന്നത്രേ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് എനിക്കൊരു കുഞ്ഞിനെയെങ്കിലും തന്നിരുന്നെങ്കിൽ എനിക്ക് വളർത്താമായിരുന്നല്ലോ, പടച്ചോനത് തന്നില്ലല്ലോ എന്നെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നത്രേ. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ
ആ ഉമ്മയ്ക്ക് കുഞ്ഞിനെ നൽകാത്ത പടച്ചവൻ ഖബറിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് യാത്രയാകാൻ ഒരു പിഞ്ചു കുഞ്ഞിനെയും ഖബറിൽ നൽകി എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഓർത്തു നോക്കൂ, ജീവിച്ചിരുന്ന വേളയിലാകെ ആഗ്രഹിച്ച ഒരു കുഞ്ഞ്, എത്രയൊക്കെയോ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമായി ഹജ്ജ് നിർവഹിക്കാൻ വന്ന ഒരു ഉമ്മ, ആ ഉമ്മയുടെ അവസാന യാത്രയിൽ നെഞ്ചിലുള്ളത് ഒരു കുഞ്ഞാണ്. താൻ പ്രസവിച്ച കുഞ്ഞല്ലെങ്കിലും പടച്ചതമ്പുരാൻ്റെ കൽപ്പന പ്രകാരം തന്നോടൊപ്പം അവസാന യാത്രയ്ക്ക് ഒപ്പം കൂടാനായി ഒരു കുഞ്ഞിനെ നൽകി. ഓർത്തു നോക്കൂ ആ മഹത്വം, ഓർത്തു നോക്കൂ വിധിയുടെ ആ അപാരത. അത്തരം വിധിയുടെ അപാരതകൾ നമ്മളെ വളരെ ചിന്തിപ്പിക്കും, ചിലപ്പോൾ കരയിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും.